ഞാനും കാർത്തുമൊക്കെ പ്രാർത്ഥിക്കുന്ന എന്റെ മോളുടെ എല്ലാമായ ചേർത്തെടുത്ത് ദേവി അതേ അമ്പല നടയിൽ വെച്ച് തന്നെ അരുണിനെ കാർത്തുവിനെ കാണിച്ചു കൊടുത്തു. ആദ്യമൊക്കെ അരുണിനെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലാനും പോയിട്ടുണ്ട്. പിന്നെ അനിയനൊരു അധിപറ്റാണെന്ന് മനസ്സിലായപ്പോ കാർത്തുവിന് പറ്റിയ കൂട്ട് അരുൺ തന്നെയാണെന്ന് തോന്നി. എന്നാ അപ്പോഴും ഞാൻ പറഞ്ഞു, സ്വന്തം വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ബന്ധം വേണ്ടാന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എനിക്കായിട്ട് ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാ ഒന്ന് കണ്ണു നിറഞ്ഞ ചങ്ക് പറിച്ചു തരാൻ കുറെ കൂട്ടുകാരെ കിട്ടി. അതുകൊണ്ടാ ഞാൻ ജയിലിൽ കിടന്നപ്പോഴും ഇവളും എന്റെ മോളും കാർത്തും ഒക്കെ ജീവിച്ചു പോയത്. ഇനി എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ചെറിയൊരു കൂലിയാണെങ്കിൽ പോലും കാർത്തുവിനോട് മനസ്സമാധാനത്തോടെ ജീവിക്കണം. എന്റെ കൊച്ചിനെ കാണാൻ വരുമ്പോ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും തന്നില്ലെങ്കിലും വേണ്ട, നിറഞ്ഞ മനസ്സോടെ ഞാനും ഇവളും പോരും. ഏട്ടത്തിയമ്മയായിട്ട് വന്നതിന് ശേഷം മോളെ പോരാ ഇവളും കാർത്തൂനെ നോക്കിയത്. ഞാൻ കാർത്തൂനോട് കാണിച്ചതിനൊക്കെ അയ്യോ വേണ്ട. കാർത്തൂന്റെ ഭർത്താവിന്റെ അപ്പച്ചയാ. അങ്ങനെ ഒരാള് ഒരിക്കലും ഞങ്ങളുടെ ഒന്നും മുമ്പിൽ കൈകൂപ്പാൻ പാടില്ല. അവസരങ്ങൾ മുതലാക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങള്. ഭാര്യ വീട്ടുകാരായതുകൊണ്ട് എന്നും ഒരു പടി താന്നേ നിൽക്കൂ. കാർത്തൂനെ കൊണ്ടും നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും കാലം ആരോരും ഇല്ലെന്നുള്ള ബോധം ഞാൻ എന്റെ കുഞ്ഞിനുണ്ടാക്കിയിട്ടില്ല. അതിനിയും ഉണ്ടാവരുത്. എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളൂ ദൈവത്തോട്. ഞാൻ മോളെ വിളിച്ചോണ്ടുവരാം. സ്വന്തം മോളെക്കാളും കാർത്തൂനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലെ കണ്ണേട്ടൻ. ഇപ്പൊ പറഞ്ഞതൊക്കെ നേരാ. കാർത്ത് കരയുമ്പോഴേ കണ്ണേട്ടൻ വീട്ടിനകത്ത് ബഹളം വെച്ച് കണ്ടിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ കാർത്തു മറ്റാരെക്കാളും കണ്ണന്റെ വാക്കിന് വില കൊടുക്കുന്നത്. അതങ്ങനെ തന്നെ വേണം. കണ്ണേട്ടൻ അപ്പച്ചിയെ കണ്ടോ? കണ്ടു. അപ്പച്ചി വന്ന് വിളിച്ചാ പോവാന്ന് പറഞ്ഞതല്ലേ മോള്, പിന്നെന്താ പോയിരുന്നേ? കണ്ണേട്ടനോട് ചോദിച്ചിട്ട് ഇനിയിപ്പൊ ധൈര്യമായിട്ട് പോവാം. അരുണിന്റെ വീട്ടിലെ അപ്പച്ചയെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. അവർക്കിനി മോളെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. കണ്ണേട്ടന്റെ ഈ ധൈര്യമാ എന്റെ ആശ്വാസം. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല മോളെ. അപ്പച്ചി ഇനി മോക്കൊരു എതിരാളിയല്ല, സഹായി മാത്ര. എങ്കിലും പറഞ്ഞൂടെ അപ്പച്ചി എങ്ങനെയാ ഈ രീതിയിൽ മാറിയെന്ന്? അതൊന്നും ഞാൻ മോളോട് പറയില്ല. പക്ഷെ അരുണിന്റെ അപ്പച്ചിയെ വേദനിപ്പിക്കരുത്. മോൾ അങ്ങനെ ചെയ്യില്ലെന്നറിയാം. എന്നാൽ മോളെ സ്നേഹിക്കുന്ന അപ്പച്ചയെ അവരുടെ മക്കള് വെറുക്കാനാ സാധ്യത. അങ്ങനെയുള്ളപ്പോഴേ അവരുടെ ഏതവസ്ഥയിലും മോൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചും. മോളുടെ വേദനകൾ പങ്കുചേരുന്നതും അത് പരിഹരിക്കാൻ നോക്കുന്നതുമൊക്കെ ഇനി അപ്പച്ചി തന്നെയായിരിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പച്ചി എങ്ങനെയാ ഈ രീതിയിൽ മാറിയതെന്ന്. മോളുടെ മനസ്സ് ശുദ്ധമാ. അതുകൊണ്ട് ആർക്കും ഒരുപാട് കാലം മോളെ തള്ളിക്കളയാനോ തള്ളിപ്പറയാനോ പറ്റില്ല. അതുപോലെ തന്നെ ഞാനും മോളുടെ ഏട്ടത്തെയും തമ്മിലുള്ള ജീവിതത്തെക്കാളും നല്ല ജീവിതമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ. കാരണം മോക്കൊത്ത പയ്യൻ അരുൺ. അതുകൊണ്ടേ ഇനി നിങ്ങൾക്കിടയിൽ പൊട്ടലും ചീറ്റലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ മോളുടെ കടമകൾ ചെയ്യണം. ഒരു ഭാര്യയുടെ കടമ. അരുണിനെ ഒരിക്കലും നിരാശനാക്കരുത്. അതെ, അയാൾ മോളെ വെറുത്താലേ ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാവും. അതിന് നമ്മളായിട്ട് അവസരം കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ മോക്ക്? എന്നാ പിന്നെ എല്ലായിടത്തും ഇറങ്ങിക്കോ. ഇതിനകത്ത് വല്ല ഉണ്ടോ? അതെ, ഇന്നലെ വരെ മോള് പാലക്കൽ തറവാട്ടിലെ ജോലിക്കാരി മാത്രമായിരുന്നു. അങ്ങനെയായിരുന്നു പലരും മോളെ കണ്ടത്. എന്നാൽ ഇനി മുതലേ മോക്ക് ആ തറവാട്ടിൽ മരുമകളായിട്ട് ചെന്ന് കയറാം. ധൈര്യമായിട്ട് തന്റെ ഇടത്തോടെ. ബാഗിലെല്ലാം പാക്ക് ചെയ്തില്ലേ? അപ്പച്ചി വന്നപ്പോഴേ എടുത്തു വെച്ചു. എന്നാ പിന്നെ ഇറങ്ങാം. ഞാനിവളെ മകളെ പോലെ സ്നേഹിച്ചോളാം.
അരുണിനോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുന്നവരോ? ഇല്ല, അവനവിടെ വീട്ടിലുണ്ട്. അവൻ ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്റെ ഏട്ടത്തിയാണെങ്കിൽ കാർത്തോടുന്ന് ഇറങ്ങിയ ശേഷം വല്ലാത്ത വിഷമത്തില. എന്നുവെച്ചാൽ ഞാൻ എന്റെ മക്കളെ അടുക്കളയിൽ കയറാനൊന്നും പഠിപ്പിച്ചില്ല. ഇവള് വന്ന ശേഷം ഏടത്തിയുടെ പകുതി ജോലിഭാരം കുറഞ്ഞു എന്ന് കരുതി ജോലി ചെയ്യിക്കാനല്ല അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വീട്ടിലേക്ക് വരുന്ന മരുമകൾ അത്യാവശ്യം ജോലിയൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം വരേണ്ടത്. അവര് മടി കൂടാതെ എല്ലാം ചെയ്യുകയും വേണം. അതൊരു തെറ്റല്ല. ഒരമ്മയെന്ന നിലയിൽ അക്കാര്യത്തിൽ ഞാനൊരു പരാജയമായിരുന്നു. അത് അരുണിന്റെ അപ്പച്ചി മാത്രമല്ല, ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെ. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും, എന്നാ വീട് നോക്കാൻ പഠിപ്പിക്കില്ല. അത് വിവാഹം കഴിയുമ്പോ തലവേദന ആവുകയും ചെയ്യും. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടില് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാ എല്ലാം പഠിക്കുന്നത്. എന്നാ കാർത്തുമോൾ അതുപോലല്ല. ഞാൻ മോളുടെ ഏട്ടത്തിയമ്മയായി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഞാൻ വന്നതിന് ശേഷവും മോളുടെ ജോലിഭാരം കുറച്ച് കുറഞ്ഞു എന്ന് മാത്രം. അതിനൊന്നിനും മോക്ക് ഒരു മടിയില്ലാത്ത കൂട്ടത്തില്ല. ഇനി 10 ആളുണ്ടെങ്കിലും വെച്ചുളപ്പിക്കോളൂ. അങ്ങനെ കഠിനമായ പണിയൊന്നും ചെയ്യണ്ട. ഇടയ്ക്ക് ഞാനും അങ്ങോട്ട് വന്നോളാം നിങ്ങളെ സഹായിക്കാൻ. എന്നാ ഞാൻ ഇവിടെയും കൊണ്ട് പോയിക്കോട്ടെ. അതെന്തൊരു ചോദ്യാ? പോയിട്ട് വരാന്ന് പറയൂ. ചെല്ലുമോളെ, ചെല്ല. വാ മോളെ. കയറ് മോളെ. മോക്ക് ഇവിടുന്ന് പോവാൻ മനസ്സില്ലായിരുന്നു തോന്നുന്നു. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ഞാനിങ്ങി വന്നതിന് ശേഷം മോക്ക് ഇവിടെ നിന്നാ മതിന്നാ. എന്നാലും അത് ശരിയല്ലല്ലോ. അരുണിനൊപ്പം തന്നെ അയാളെയും അയാളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിച്ച് ഇനിയുള്ള കാര്യം കാർത്തു കഴിയണം. ഇടയ്ക്ക് നമുക്ക് ഇവിടെ പോവാം. അപ്പോഴും പറഞ്ഞില്ലല്ലോ അരുണിന്റെ അപ്പച്ചിയെ മാറ്റിയതെങ്ങനെയാന്ന്. എടീ, ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ തിളയ്ക്കുന്ന ചില പാപ്പാമാരുടെ കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. ശരിന്നാ, എങ്ങോട്ടാ? കടയിലോട്ട് തന്നെ. ഇനി നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. നീ കുറച്ചു ദിവസം മോളെ നോക്കിട്ടെ ഇവിടെ തന്നെ ഇരിക്കേ. ഞാൻ കടയും പറമ്പും ഒക്കെ ആയിട്ട് അങ്ങ് നിന്നോളാം. ആരാ? കാർത്തുവാണോ? എന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല എടോ, താൻ അവസാനം വരാൻ തീരുമാനിച്ചോ? വിളിക്കേണ്ട ആള് വന്ന് വിളിച്ചു. കണ്ണേട്ടൻ കൂടെ പോയിക്കോളാനും പറഞ്ഞു. അപ്പച്ചി വന്ന് വിളിച്ചു സാറേ. അവസാനം അപ്പച്ചി തോറ്റു തരാൻ തീരുമാനിച്ചു. അല്ല, എന്നോട് പറഞ്ഞല്ലോ പോയി കൂട്ടിക്കൊണ്ടുവരാൻ. പിന്നെ കണ്ണേട്ടൻ വിടാതിരുന്നല്ലേ? എനിക്ക് അത്ഭുതം തോന്നാം അപ്പച്ചിയുടെ മാറ്റം കണ്ടിട്ട്. കാറിൽ ഇങ്ങോട്ട് വരുമ്പോഴും വലിയ സ്നേഹമായിരുന്നു. ഈ സ്നേഹത്തെ നമ്മൾ സംശയിക്കണം. എന്തോ അറിയില്ല. ഇതെന്റെ പഴയ അപ്പച്ചി അല്ല. കണ്ണേട്ടൻ എന്തോ ചെപ്പടി ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പച്ചി ഈ രീതിയിൽ മാറില്ല. എന്തായാലും എനിക്ക് സന്തോഷായി. താനിനി ഈ വീടിന് മരുമോള എല്ലാ അർത്ഥത്തിലും. എങ്കിലും കുറച്ചകലം നമ്മൾ തമ്മിലുണ്ട് ഇപ്പോഴും. അതിന്റെ കാരണക്കാരി താനാ. ഞാനും മാറാൻ ശ്രമിക്കുവാ സാർ.
കണ്ണേട്ടനോട് താൻ ചോദിച്ചില്ലേ എന്താ അപ്പച്ചിക്ക് സംഭവിച്ചതെന്ന്? എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. ഞാനും പവിത്രടുത്തെയൊക്കെ മാറിയും തിരിഞ്ഞും ചോദിച്ചതാ. എന്നോടൊന്നും പറയുന്നില്ല. പപ്പേട്ടനോടും അങ്ങനെ തന്നെയാ. അപ്പോ അവർക്കിടയിൽ എന്തോ രഹസ്യമുണ്ടല്ലോ. നമ്മൾ ആരും അറിയാത്ത എന്തോ ഒന്നുണ്ട് സാർ, അതെനിക്ക് ഉറപ്പാ. അതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ അലയണ്ട. ഈ കാണുന്നൊക്കെ അപ്പച്ചിയുടെ അഭിനയം ആകരുതെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ അഭിനയിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. തന്നെ അന്ന് ഇഷ്ടമല്ലാത്തോണ്ട് ആക്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അപ്പച്ചിയുടെ 2 സന്താനങ്ങളെ അറിയാലോ. അപ്പച്ചിയെ ചൂട് പിടിപ്പിക്കുന്ന അവരാ. ഇനിയും അവരുടെ ഭാഗത്തുനിന്നുള്ള മാറ്റമൊന്നും താൻ പ്രതീക്ഷിക്കണ്ട. ഏട്ടെത്തി പല വേലത്തിരങ്ങളും കാണിക്കും. സൂക്ഷിച്ചും കണ്ടും താൻ മുന്നോട്ട് പോയാൽ മതി. എനിക്ക് ജീവിച്ചു പോയാൽ മാത്രം മതി സാർ. അല്ലാതെ ആരുടെ അവകാശങ്ങളും ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കാറില്ല. അല്ല, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? ഹണിമൂൺ ട്രിപ്പോ? വേറെ പണിയില്ലേ? അല്ല, അപ്പച്ചി തന്നെ സ്നേഹിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതിനൊന്നും തടസ്സം പറയില്ല. നിർത്തിക്കോ. അങ്ങനെ സാഹചര്യം കൊണ്ട് പല സ്ത്രീകൾക്കും മക്കളെ തെരുവിൽ കളയേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് കരുതി അവരൊക്കെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചവരാണെന്ന് പറയരുത്. അപ്പച്ചി തന്നെയാണല്ലോ അവള് വഴിപിഴച്ച അമ്മയുടെ മകളാണെന്ന് ഏതു നേരം പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ ഒരു തെറ്റുപറ്റി. ഇനി അത് ആവർത്തിക്കില്ല. അവളുടെ സ്വഭാവം നല്ലതായതുകൊണ്ടാ അമ്മ അവളെ കളഞ്ഞിട്ടും അവൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടിയത്. ജയിൽ പുള്ളിയാണെങ്കിലും കണ്ണൻ അവളെ ജീവനാ. അതുപോലെ തന്നെ കണ്ണന്റെ ഭാര്യയ്ക്കും. ആ നാട്ടുകാർക്കൊക്കെ കാർത്തുവിനെ പറ്റി വളരെ നല്ല അഭിപ്രായം. അവള് മോശക്കാരിയാണെന്ന് പറഞ്ഞതും അപ്പച്ചി തന്നെയാ. അതൊക്കെ ഞാൻ തിരുത്തി പറഞ്ഞല്ലോ. പിന്നെന്തിനു വീണ്ടും ഇങ്ങനെ സംസാരിക്കുന്നത്? അവളെ തള്ളി പറയാത്ത, തള്ളി കളയാത്ത അമ്മയെ എനിക്ക് വേണ്ട. അങ്ങനെയുള്ള അമ്മ ഇങ്ങോട്ട് വരികയും വേണ്ട. അത് പറയാൻ നീ ആരാ? ഇത് നിന്റെ വീടൊന്നുമല്ല വരണ്ടാന്ന് പറയാൻ. എനിക്ക് ഇവിടെയുള്ളവരെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും. ഞങ്ങളെ 2 പെൺമക്കളെ കൊന്നിട്ട് അമ്മയ്ക്ക് അനാഥ പെണ്ണിനെ സ്നേഹിച്ചൂടെ? അവൾ അനാഥയല്ല. അവൾക്ക് എല്ലാവരും ഉണ്ട്. സ്വന്തം എന്ന് പറയാൻ ഇപ്പൊ ഒരു ഭർത്താവും ഉണ്ട്. നാളെ അവർക്ക് കുഞ്ഞുങ്ങളും ജനിക്കും. നീയും പ്രാർത്ഥിക്ക് ഒരു കുഞ്ഞിന് വേണ്ടി. കാർത്തൂനെ വെറുപ്പിച്ചാൽ, അവളുടെ ശാപം പിടിച്ചു പറ്റിയാൽ നിനക്ക് ഉയർച്ചയുണ്ടാവില്ല. നീ ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല. അന്തോട്ടാ, ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കണോ? എത്രയും പെട്ടെന്ന് അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. ഇത് മാനസികമോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകണം. എന്നിട്ട് ദേഹത്ത് കയറിയിരിക്കുന്ന ബാധയെ ഒഴിപ്പിക്കണം. എന്റെ ദേഹത്ത് ഒരു ബാധയും കേറിയിട്ടില്ല. ഞാൻ നേരായ മാർഗത്തിലൂടെ പോകുന്നത്. ശരിയെന്ന് തോന്നുന്നത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് അനന്തേട്ടന് എന്താ തോന്നുന്നത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പച്ചിയുടെ ഉള്ളില് എന്തോ തീപ്പൊരി വീണിട്ടുണ്ട്. അത് ആളി കത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഇവിടെ ഒരാള് മാസം ലോൺ അടയ്ക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കേ. പൈസ ഇല്ലെങ്കിലേ അവനോട് പോയി ചാകാൻ പറ. ചത്ത ഭാഗ്യം പറഞ്ഞാ ഞാനും ഇരിക്കുന്നേ. ഒരു ഹോസ്പിറ്റലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ലാഭത്തിൽ കൊണ്ടുപോകാൻ അറിയില്ല. അതിന്റെ ഇടയ്ക്കല്ലേ കൊറോണ വന്നത്. അതോടെ രോഗികൾ കുറഞ്ഞല്ലോ. ഒന്നൊതുങ്ങിയപ്പോ പണ്ടത്തേതിന്റെ പിന്നത്തേതെന്നും പറഞ്ഞ് വീണ്ടും വന്നു. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടിയില്ല. എങ്ങനെയെങ്കിലും ലോകം ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നു. അല്ലെങ്കിൽ നരകമാ മോളെ, നരകം. അമ്മേ, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാലം വന്നാണോ എന്തോ. നിന്റെ ഭർത്താവുണ്ടോ ഇവിടെ? ഉണ്ട്. ഈ സമയത്തായോണ്ട് ഇവിടെ കാണുമെന്നറിയാം. ഒന്ന് വിളിക്കോ? എന്തിനാ മോനെ അവനുമായിട്ട് ഉരസുന്നത്? നിങ്ങൾ അനിയനും ചേട്ടനും അല്ലേ? അയ്യോ, എന്തോന്ന് ചേട്ടൻ, എന്തോന്ന് അനിയൻ. ഞാൻ അവനൊരു വഴിപോക്കനാ. എനിക്കും അങ്ങനെ തന്നെ. പക്ഷെ ആ വഴിപോക്കനെ ഒരു ദിവസം എന്നെ പുറത്തു വെച്ച് കണ്ടപ്പോ ചിലതൊക്കെ സംസാരിച്ചായിരുന്നു.
എന്റെ കാർത്തു കൊള്ളരുതാത്തവളായതുകൊണ്ടാണ് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ തിരികെ കൊണ്ട് വിട്ടതെന്ന്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനാ വന്നത്. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, തല്ലുകൂടരുത്. തല്ലുകൂടിയാലേ അവൻ നിന്ന് കൊള്ളുന്നത് കാണേണ്ടി വരും, അമ്മയും മോളും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അത് കാണാൻ വയ്യാത്തത് കൊണ്ടാ തല്ലുകൂടരുതെന്ന് പറഞ്ഞത്. അതോടെ രണ്ടാളും ജയിലിൽ കിടക്കുന്ന ആളെ കാണാൻ പോകാറുണ്ടോ? ഇനി പോയിട്ട് എന്താ കണ്ണ കാര്യം? അതുപോലെ കടബാധ്യതകളാ വരുത്തി വെച്ചിരിക്കുന്നത്. അധികവും നേരായ മാർഗത്തിലുണ്ടായിരുന്നില്ലല്ലോ. വീട്ടിലെ ആണുങ്ങൾ നന്നാണെങ്കിൽ പെണ്ണുങ്ങൾ വിചാരിക്കണം. അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ചു കിടക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അവരാ ആണുങ്ങളെ കള്ളനും കൊലപാതകയൊക്കെ ആക്കുന്നത്. എന്താ അങ്ങനല്ലേ? അന്യന്റെ ഉയർച്ച കാണുമ്പോഴേ അവർക്കൊപ്പം എത്തണം തോന്നും. അവിടെയാ പണത്തിന് വേണ്ടി നെട്ടോട്ട് വിടുന്നത്. അതിന്റെ ഫലമാ ഇപ്പൊ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നേ. ഒരു സമയം വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലാരും. എന്റെ അനിയൻ ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോ അവനെ വേണം. അതിനാ ഞാൻ അത്യാഗ്രഹം എന്ന് പറഞ്ഞത്. അല്ല, അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചോണ്ട് വരാം. നിക്ക്. അവനെ കാണുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അവനെ തള്ളിക്കളഞ്ഞിട്ട് നിനക്ക് ജീവിച്ചോടി? വേറൊന്നും കൊണ്ടല്ല, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും അവന്റേതല്ലെന്നൊരു സംസാരമുണ്ട്. അയ്യോ, അത് കള്ളമാകണ്ട, കള്ളം. കള്ളം പറയുന്നത് ആരാണെന്നൊക്കെ എനിക്കറിയാം. തെറ്റ് ചെയ്യുന്ന ആണും പെണ്ണും അത് മറയ്ക്കാൻ വേണ്ടി 1000 കള്ളം പറയും. ഇവിടെ പലരും കൊലപാതകം വരെ നടത്തുന്നതേ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടിട്ടാ. ഞാൻ പോവാനായിട്ട് തന്നെ വന്നത്. അതിനുമുമ്പേ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാ, എന്റെ കാർത്തൂനെ കുറിച്ച് നീ ആരോടെങ്കിലും മോശമായിട്ട് സംസാരിച്ചെന്ന് അറിഞ്ഞാ ഈ വീട്ടിനകത്ത് കയറി നിന്റെ ശരീരം ചതയ്ക്കും ഞാൻ. എനിക്ക് ഏട്ടനെ തല്ലിത്തോൽപ്പിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്നാ ഇവിടെ പോലീസുണ്ട്, നിയമമുണ്ട്. ഒരിക്കൽ ജയിൽ പുള്ളിയായ ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുത്താ പിന്നെ വീണ്ടും നിങ്ങൾ ജയിലിലോട്ട് പോകും. പോരാത്തതിനെ ഞാനൊരു ഡോക്ടറാ, ഡോക്ടർ. അയ്യോ, നീ ഡോക്ടറായിരുന്നോ? ഞാനൊന്ന് കാണട്ടെ നിന്നെ. എടാ, നിന്റെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എങ്ങനെ ഉണ്ടായടാ? ആരാടാ നിനക്ക് ഡിഗ്രി തന്നത്? ഞാൻ അധ്വാനിച്ച് പഠിച്ചിട്ടാ എന്റെ പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടായത്. നീ കുത്തിയിരുന്ന് അധ്വാനിച്ച് പഠിച്ച ഡോക്ടർ ആവോ? ആവോ? 4-5 വർഷം കിടന്ന് അധ്വാനിച്ചത് ഞാനല്ലടാ. ശരീരം വിയർത്ത കഥകൾ പറയുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ഞാനങ്ങനെ പറയത്തുമില്ല. നീ നന്ദിയുള്ളൊരു അനിയനായിരുന്നെങ്കിൽ അന്ന് എന്റെ അധ്വാനമൊക്കെ എനിക്കൊരു സുഖമായിരുന്നേനെ. ഞാൻ എല്ലുമുറിയെ പണിയെടുത്തതൊക്കെ മറന്നുപോകും അല്ലേ? പക്ഷേ നിന്റെ പ്രവൃത്തിയും സംസാരം കൊണ്ടാ ഞാൻ പഴയതൊക്കെ ഓർത്തു പോകുന്നേ. നിൽക്കുന്നൊരു മാമി നമ്മളെ വെള്ളവും വളവും ഇട്ട് ചിലതൊക്കെ നട്ട് വളർത്തും. അത് പൂക്കും കായ്ക്കും, പിന്നെ അത് പാകമാവും. ആ സമയത്ത് അതിനുവേണ്ടി കാലണ മുടക്കാത്ത ചിലർ വരും, വിളഞ്ഞു പഴുക്കാറായ ഫലങ്ങൾ കൊത്തിക്കൊണ്ടുപോവാൻ. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാളും ഇവരും ഇവരുടെ മോളും കൂടി ഞാൻ അധ്വാനിച്ച് പാകമായ ഒരു ഫലത്തെ കൊത്തിക്കൊണ്ടുപോയി. അതല്ലടാ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മാമി? പിന്നെ അവനും നിങ്ങളെപ്പോലെ മണ്ടനായതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അടക്കുക. അതെത്ര വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. എടി, അവക്ക് ഇനിയെങ്കിലും നേർവഴിക്ക് നടന്നുകൂടെ? അവള് നേർവഴിക്കല്ല, പെരുവഴിക്കാ നടക്കാൻ പോകുന്നത്. എല്ലാം കണ്ട് ആസ്വദിക്കാ വേറൊരുത്തി, നിങ്ങളുടെ പെങ്ങള്. അയ്യോ, അവനെ നീ ഇതുവരെ അടിച്ച് വെളിയിലാക്കിയില്ലേ? അങ്ങനെ വെളിയിലാക്കിയാ പിന്നെ നിങ്ങളുടെ ചത്തുപോയ അമ്മുമ്മ വന്ന് ജോലിയൊക്കെ ചെയ്യുവോ? ഒരു പരുവത്തിനങ്ങ് കൊണ്ടുപോവുക. ഇടയ്ക്ക് 2 ആട്ടുവടിയൊക്കെ കൊടുത്തു. അമ്മയെ മോൻ ഇഷ്ടമല്ല എങ്കിലും പീഡനം ഒരുപാട് കൂടുമ്പോ കണ്ണൻ ചിലപ്പോ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. ആ നേരത്ത് നീയും വിജിതയൊക്കെ കഥ കടച്ചിരുന്നോണം. അവൻ ചിലപ്പോ കരണത്ത് തട്ടിയിട്ടായിരിക്കും ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഉണ്ണിക്കും ഇടി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇടി അവന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, പല ഭാഗത്തുനിന്നും കിട്ടാൻ പോവുക. അതിന് മാത്രം ബാധ്യതകളല്ലേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യ. എടി, 4-5 കോടി രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതിന്റെ പകുതി പോലും അങ്ങോട്ട് കൊടുക്കാനില്ല. എന്നിട്ട് എവിടെ ഈ 4-5 കോടി? 400 രൂപ കൈ തികച്ചെടുക്കാനില്ലാത്ത അവസ്ഥയാ. ദേ, ഇനി ഇതൊക്കെ ഉള്ളു പണയം വെക്കാൻ. എന്റെ ബാങ്കിൽ കിടന്ന തുകയെ ഓരോന്നിനും എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ മരുമോന്റെ കൃപയിലാ ജീവിതം. അവന്റെ ആശുപത്രി നഷ്ടത്തിലാ. അത് മിക്കവാറും പൂട്ടേണ്ടി വരും. 6
ആർക്കെങ്കിലും ഇപ്പൊ മറച്ചു വിറ്റാ കുറച്ച് പൈസ കിട്ടും. കിട്ടിയിട്ടെന്താ കാര്യം? നിങ്ങളുടെ മോളുടെ പേരിലാ ആശുപത്രി. അവളത് വിറ്റ് കഴിഞ്ഞ കാലണ എനിക്ക് തരത്തില്ല, കടം വീട്ടത്തുമില്ല. എന്തൊരു മോളാടി അവള്? നിങ്ങളുടെ മോള് അതേ സ്വഭാവം തന്നെ. ഞാൻ ജയിലിനകത്തായതുകൊണ്ട് നിനക്ക് എന്തും പറയാമല്ലോ. ജയിലിന് പുറത്തായാലെന്താ എനിക്ക് പേടിയാവൂ? ഓ, നമ്മുടെ ജീവിതം തൊലഞ്ഞതിലല്ല, ആ കാർത്തൂന്റെയും പവിത്രയുടെയും ജീവിതം നന്നായതിലാ എന്റെ വിഷമം. സുധേ, അവരോട് ഇനി മത്സരിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റുമോ? തടിമാടന്മാരായ കുറെ ആൾക്കാരാ അവളുമാർക്ക് കൂട്ട്. അതിനിടയിൽ ഏക ആശ്വാസം കാർത്തു പിണങ്ങി പിരിഞ്ഞു വന്നതാ. ആ സന്തോഷം കൂടി ഇല്ലാതായി. സുധേ, ഇനിയെങ്കിലും അസൂയയും കുശുമ്പൊക്കെ കളഞ്ഞിട്ട് ജീവിച്ചുകൂടെ സുധേ? എല്ലാം കുത്തിവെച്ചത് നിങ്ങളാ. എന്നിട്ടിപ്പൊ ജയിലിൽ കിടന്ന് നല്ലവനാകാൻ നോക്കുക. ഇന്നലെ അമ്പലത്തിലോട്ട് പോയപ്പോഴേ 1-2 വായി നോക്കിയാൽ വഴിയിൽ നിന്ന് പറയാ, ദേ പോകുന്നു ജയിൽ പുള്ളിയുടെ ഭാര്യ. അനന്തരവനായിരുന്നു ഇങ്ങനൊരു പേര്. ഇപ്പൊ നിങ്ങൾക്കും ആയി. അവനെ നിങ്ങൾ ചതിച്ചതാണെന്ന് ഇപ്പൊ നാട്ടുകാരെ മുഴുവൻ വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് അവന്റെ പേര് മാഞ്ഞു. ഇനി നിങ്ങളുടെ പേര് മാറ്റാൻ കുറെ പാടുപെടേണ്ടി വരും. ഞാൻ പോവുക. ഞങ്ങളിലൊക്കെ വാശിയും വൈരാഗ്യം കുത്തി നിറച്ചിട്ട് അവസാനം അമ്മയ്ക്ക് തോന്നിയ പോലെ പോവല്ലേ? അമ്മ തന്നെ പോയി അവളെ തിരികെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ് ചത്തു കളയാൻ എനിക്ക് തോന്നിയത്. അതിന് നീ എന്തിനാ ചത്തു കളയുന്നത്? ദേവ ചെയ്യേണ്ടത് തന്നെ ചെയ്തത്. അരുണിന്റെ ഭാര്യ കാർത്തു. ആ കുട്ടിയെ പറഞ്ഞു വിട്ട് ദേവയാണ്. അപ്പൊ ദേവ തന്നെ പോയി തിരികെ വിളിക്കണം. അതാ ശരി. എന്നെ എനിക്ക് ചേച്ചിക്കും അത് ശരിയായിട്ട് തോന്നിയില്ല. എന്റെ മനസ്സിൽ അരുണേട്ടനോട് ഇഷ്ടം ഉണ്ടാക്കിയത് അമ്മയാ. എന്നിട്ട് സൗകര്യം പോലെ കാലു മാറി. അരുണിന്റെ വിവാഹം കഴിഞ്ഞു. നിലവിൽ അരുണിന്റെ ഭാര്യയാണ് കാർത്തു. അങ്ങനെയുള്ള ഒരുവനെ ഏതെങ്കിലും പെണ്ണ് കാത്തിരിക്കുവോ? നമുക്ക് മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാം മോളെ. എനിക്കിനി കല്യാണമേ വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടത്തിൽ ഇറങ്ങിപ്പോവും. എവിടെയെങ്കിലും പോയി ചാവും. അവളെ സ്നേഹിക്കുന്ന എന്റെ അമ്മയെ കാണാതിരിക്കാൻ മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഞാൻ പൊക്കോളാം. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണിക്കാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരും. സ്നേഹിക്കുന്ന ഒരമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട. അങ്ങനെ ഒരമ്മ ഞങ്ങൾക്ക് ബാധ്യത. അങ്ങനെ വെറുക്കാതിരിക്കാൻ അവൾ ആരാ? നിങ്ങളുടെ മകളാ? അവളെ കാട്ടിൽ ഉപേക്ഷിച്ച അമ്മ എന്റെ അമ്മയാണോന്ന്?
BP വളരെ കൂടുതലാ. അതുപോലെ എന്തോ മനസ്സിൽ കിടപ്പുണ്ട്. എന്താണെന്ന് പറയുന്നുമില്ല. പതിവിന് വിപരീതമായിട്ടാ ഓരോന്നും ചെയ്യുന്നത്. ഇറക്കിവിട്ട കാർത്തൂനെ താൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. മക്കളെ തള്ളിപ്പറഞ്ഞിട്ട് കാർത്തൂനെ അംഗീകരിക്കാനും തുടങ്ങി. ഇതൊന്നും തന്നിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചതല്ല, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടായി. എന്റെ മക്കളെ ആ രീതിയിലാക്കിയത് ഞാനാ. അവരെ ശരത്തേട്ടൻ പറഞ്ഞ് തിരുത്തണം. അമ്മയെ അനുകരിക്കുന്ന മക്കളാ അവര്. ഇനി എനിക്കതിന് കഴിയുമോ? എനിക്കിവിടെ കിടക്കാൻ വയ്യ. നമുക്ക് പോയാലോ? കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം പൊയ്ക്കോളാൻ ഡോക്ടർ പറഞ്ഞല്ലോ. ഏതായാലും കിടക്ക്. മഞ്ജുവിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അവര് വന്നാൽ തന്റെ പ്രഷർ കൂടുകയുള്ളൂ. ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ശാന്തമായി ഒന്ന് ഉറങ്ങാൻ നോക്കും. ഓ, ഇതിന്റെ ചാർജ് തീരാറായി. നീ ഒന്ന് ചാർജ് ഇട്ടേക്കണേ. എനിക്ക് കുളിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോണം. എവിടെ പോവാ? ആരുണ്ട് അപ്പച്ചി ദേഹം കുഴഞ്ഞു വീണെന്ന് അയ്യോ, കാർത്തു വിളിച്ചു പറഞ്ഞത്. കണ്ണേട്ടാ, എന്തേലും കുഴപ്പമുണ്ടോ? അരുണിനെ വിളിച്ചപ്പോഴത്തേക്ക് BP കൂടിയെന്നാ പറഞ്ഞേ. അതിനിടയ്ക്ക് അവരുടെ അച്ഛൻ വിളിച്ചു ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ കണ്ണേട്ടനെ കാണുന്നേ? അദ്ദേഹത്തിന് എന്തോ ആദ്യമുണ്ട്, അതുകൊണ്ടാ കാണണമെന്ന് പറഞ്ഞേ. എന്നെ അവർക്കാർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ചതിക്കുമെന്നാ ഇപ്പൊ അവരുടെ എല്ലാം പേടി. കണ്ണേട്ടൻ ഏത് രീതിയിൽ ചതിക്കുമെന്നായി പറയുന്നേ? അ- എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കണ്ണേട്ടന് മാത്രമേ അതറിയാവൂ. അത് ഞാൻ സമ്മതിച്ചതല്ലേ. അരുണ്ട് അപ്പച്ചി വെറുതെ ഒന്നുമില്ല കാർത്തൂനെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയത്. അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ അത് ആരോടും പറയില്ലെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയും.